ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഴകൃഷി വികസന പദ്ധതിയുടെ കായംകുളം നഗരസഭാതല ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല 17ാം വാർഡിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 2025-2026 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം നഗരസഭയും കൃഷിഭവനും നടത്തുന്ന വാഴകൃഷി വികസനത്തിന്റെ കായംകുളം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല 17ാം വാർഡിലെ കർഷകൻ ഭാസ്കരന് വാഴവിത്തുകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ ഒരു വാഴ വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ തന്നെ വിഷാംശമില്ലാത്ത പഴങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റും. ആ ഒരു വാഴ ഉണ്ടെങ്കിൽ ഒരുപാട് വാഴ കൃഷി ചെയ്യാൻ പറ്റില്ലേ. അതിൻ്റെ തൈയൊക്കെ തന്നെ നമ്മൾ പിരിച്ച് വെച്ച് കഴിഞ്ഞ് ഒത്തിരി വാഴയുടെ തൈ നമുക്ക് കിട്ടും. അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നത് മഴ നല്ല മഴ എനിക്കിപ്പോൾ മഴ കണ്ടാൽ എനിക്ക് പേടിയാണ്. ബാക്കി ആർക്കും അത്രയും പ്രശ്നമില്ല. കാരണം വെള്ളം കയറും. തോട്ടിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ആളുകൾ വലിയ വിഷയം ഉണ്ടാക്കും. വീടുകളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും. കാരണം അവരുടെ ഇപ്പോഴാണ് കാർഷിക മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ടാണെങ്കിലും നഗരസഭയുടെ വകയായിട്ടാണെങ്കിലും കർഷകരെ പ്രചോദിപ്പിക്കാൻ നമ്മൾ കാർഷിക മേഖലയിൽ വളരെ ഒരു താഴ്ച ഉണ്ടായെങ്കിലും ഇപ്പോൾ വെച്ചടി കയറ്റമായിട്ട് വന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു കൃഷി എന്തെങ്കിലും ഒരു പച്ചമുളക് കൃഷി പോലും ഇല്ലാത്ത വീടുകൾ ഇന്ന് ചുരുക്കമാണ്. ഇപ്പം സ്ഥലമില്ലാത്തവർ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നുണ്ട്, ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടവിള കൃഷി ചട്ടിയിൽ പച്ചക്കറി തൈ എന്ന് പറയുന്ന 3 ഘട്ടമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട് ചട്ടിയിൽ പച്ചക്കറി തൈ. പിന്നെ കൂടാതെ നമ്മുടെ പദ്ധതികൾ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷി വികസനത്തിന് നമ്മൾ പച്ചക്കറി വിത്ത് വിതരണമുണ്ട്. അത് ഫ്രീ ആയിട്ടാണ്. പിന്നെ ഉള്ളത് കുറ്റിക്കുരുമുളക് കൃഷി വികസനത്തിന് അതിനകത്ത് നമ്മൾ കുറ്റിക്കുരുമുളക് വേര് പിടിപ്പിച്ച കുറ്റിക്കുരുമുളകിൻ്റെ തൈ വിതരണമുണ്ട്. പിന്നെ ഫലവൃക്ഷ തൈ വിതരണം അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് പേര, മാവ്, പ്ലാവ് ഈ 3 വെറൈറ്റിയാണ് നമ്മൾ ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 5 വർഷക്കാലം നമ്മൾ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഈ നഗരസഭയുമായി ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിന് എല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ വാർഡ് കൗൺസിലർമാരും നമ്മോട് സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. 17ാം വാർഡ് കൗൺസിലർ ബിജു ആർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജെ ഉഷ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ജെ ആദർശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ADS ചെയർപേഴ്സൺ ബിന്ദു പി കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വാഴവിത്തുകൾ 17ാം വാർഡിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.